നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്പോർട്സ് ഇഞ്ചുറിക്കുള്ള പുനരധിവാസ ചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ ടി.വി. നീന നമുക്കൊപ്പം ചേരുന്നു. കേരള ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന് കീഴിലുള്ള തിരുവനന്തപുരം രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്ററിലെ മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്പോർട്സിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പരിക്കുകൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാനാകും ഡോക്ടർ? എന്തെല്ലാമാണ് ഉണ്ടാകുന്ന പരിക്കുകൾ? എന്ന് പറഞ്ഞാൽ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിലപ്പെട്ട സമയത്തിന് ഒരു വലിയ ഒരു മുടക്കാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് സ്പോർട്സ് ഇഞ്ചുറി പ്രിവെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു 50 തൊട്ട് 70% വരെ പരിക്കുകൾ നമുക്ക് കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലേറ്റവും പ്രധാനമായിട്ട് ഒരു സ്പോർട്സിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് മുന്നേ ഒരു കായിക പരിശീലനം നേടുന്ന ആൾ ചെയ്യേണ്ട വാമപ്പ് ആൻഡ് കൂൾ ഡൗൺ ആണ്. അപ്പോൾ എന്താണ് ഈ വാമപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ശരീരത്തിനെ സജ്ജമാക്കാൻ ചെയ്യുന്ന ചെറിയ എക്സസൈസുകളിനെയാണ് വാമപ്പ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു ചെറിയ ജോഗിങ് അല്ലെങ്കിൽ ഒരു ബ്രിസ്ക് വാക്കിങ്, അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസസ്, ഇത് ചെയ്യുന്ന വഴി നമ്മുടെ ഹാർട്ട് റേറ്റ് പതിയെ പതിയെ കൂടുകയും അതുപോലെ തന്നെ ഈ മസിൽസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയും ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ ശരീരം ഒരു ഇൻറ്റൻസീവ് എക്സസൈസിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് കൂൾ ഡൗൺ. അതായത് ഒരു എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകളെയാണ്, ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്യേണ്ട വ്യായാമത്തിനെയാണ് കൂൾ ഡൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നല്ല ഇൻറ്റൻസീവ് ട്രെയിനിങ് കഴിഞ്ഞ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യാതെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ അത് ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ, ബ്ലഡ് ഫ്ലോ തുടർന്ന് കൊണ്ടുപോകാൻ സഹായിക്കില്ല. അതുവഴി ഇവരുടെ BP കുറയുകയും ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകുകയും തലകറക്കം, കൊളാപ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് ഒരിക്കലും ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് കഴിഞ്ഞ് പതിയെ പതിയെ അത് കുറച്ച് കൊണ്ടുവരിക, സ്ട്രെച്ചിങ് കണ്ടിന്യൂ ചെയ്യാം. ഇതുവഴി അത് ഹാർട്ട് റേറ്റ് ഒരു ഹൈ ഹാർട്ട് റേറ്റിൽ നിന്നും അത് കുറച്ച് ഒരു നോർമൽ ഹാർട്ട് റേറ്റിലോട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് മസിലിലെ പേശികൾക്കുള്ള ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ ഈ കൂൾ ഡൗണിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സസൈസ് കഴിയുമ്പോൾ നമ്മുടെ മസിൽസിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. ഈ ലാക്റ്റിക് ആസിഡാണ് പേശികളിൽ വേദനകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൂൾ ഡൗൺ പീരീഡ് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മസിൽസിലോട്ടുള്ള ഈ ലാക്റ്റിക് ആസിഡ് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അപ്പോൾ വാമപ്പ് ആൻഡ് കൂൾ ഡൗൺ കൃത്യമായി ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് പരിക്കുകളെ തടയാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സ്പോർട്സിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. അതായത് ഹെൽമെറ്റ്, ഷിൻ ഗാർഡ്, ഇതൊക്കെ കൃത്യമായ രീതിയിൽ കറക്റ്റായി ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷണ രീതി, നല്ല പോഷകാഹാരം, അതുപോലെ വെള്ളം, ഹൈഡ്രേഷൻ, ഇവയൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ചെറിയ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാതെ ഉടനെ തന്നെ ട്രെയിനിങ്ങിലോട്ട് ഇറങ്ങുന്നത് വഴി ചെറിയ ഇഞ്ചുറി പിന്നീട് ഒരു വലിയ ഇഞ്ചുറിയായി മാറാനും കൂടുതൽ സമയം നമ്മൾ ഇതിൻ്റെ റീഹാബിലിറ്റേഷനും ചികിത്സയ്ക്കും വേണ്ടി സമയം മാറ്റി വയ്ക്കേണ്ടിയും വരും. അതേപോലെ തന്നെ നമ്മൾ കളിക്കാൻ ഇറങ്ങുന്ന ഗ്രൗണ്ട് ഇപ്പം കുഴികൾ നിറഞ്ഞ ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു വെൽ മെയിൻറ്റെയിൻഡ് ഗ്രൗണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇപ്പോൾ ഒരു വിശ്രമമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടാതെയുള്ള ട്രെയിനിങ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് പേഴ്സണിന് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സിൽ ആക്റ്റീവായിരിക്കുന്ന ആൾക്കാരുടെ ഇഞ്ചുറീസ് അല്ലെങ്കിൽ പരിക്കുകൾ ഒരു പരിധി വരെ തടയാൻ വേണ്ടി സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം തിരുപ്പൂരിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. മാഡം, എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ്സ് വേണ്ടി വരും പറയാൻ. അതൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാനാണ്, 2-3 ടീമിന്റെ ക്യാപ്റ്റനാണ്. എനിക്ക് വയസ്സ് 50 പക്ഷെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഓക്കെ, നമുക്ക് ഈ ബോൾ എറിയുന്ന സ്ഥലം, അതായത് ഈ ഫ്രോസൺ ഷോൾഡർ പറയുന്നത് ബോൾ എറിയുമ്പോഴൊരു വേദനയാണ്. പക്ഷെ നമുക്കത് ബൗൾ ചെയ്യാൻ പറ്റും, ബാറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ താഴത്തുള്ള വെയിറ്റ് എത്ര മണി എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റും. പക്ഷെ കൈ മുകളിലേക്ക് പൊക്കാൻ, പക്ഷെ ഒരുപാട് എത്തുന്ന സമയത്ത് എനിക്ക് കൈ വേദന, ബാക്കിലോട്ട് കൊണ്ടുപോകാൻ വേദന. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
30 days ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തു. ഓക്കെ, അത് ചെയ്തതെന്ന് വെച്ചാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിയോ അല്ല, അത് കിടത്തിയിട്ട് അവർ ചെയ്ത ഒരു ഇതൊക്കെയാണ്, ട്രീറ്റ്മെന്റ് ആണ്. അതിലൊരു 13 ദിവസം ചെയ്തു. ചെയ്തതിന് ശേഷം എനിക്ക് വേദന ഇത്തിരി കൂടാൻ തുടങ്ങിയപ്പോ ഞാൻ നിർത്തി ഒരു 3 ദിവസം കൂടി കഴിഞ്ഞപ്പോ ഡോക്ടർ വിളിച്ചിട്ട് വീണ്ടും വിളിച്ചിട്ട് എന്റെ അടുത്ത് ഒന്നുകൂടി വരൂ, ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പോയി ഒരു 17 ദിവസം വീണ്ടും കണ്ടിന്യൂസ് ആയി ചെയ്തു. ടോട്ടൽ 30 ഡേയ്സ് ഞാൻ ഫിസിയോ ചെയ്തു. പക്ഷെ ഇതുവരെ ഒരു മാറ്റമില്ല, അതേ സെയിം ആണ്. എന്ന് മാത്രമല്ല ഇത്തിരി വേദന, ബൈസെപ്സിന്റെ അവിടേക്ക് ഇത്തിരി വേദന ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഞാൻ നിർത്തി. അതെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ അങ്ങനെ ആയുർവേദം പോയി. ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്, ഞാൻ ഗ്യാപ്പേ കൊടുത്തിട്ടില്ല. 1 മാസത്തിന് ശേഷം അങ്ങനെ മറ്റേ തൃശ്ശൂരിലുള്ള ഒരു തൈക്കാട്ട്മൂസ് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഞാൻ പോയിട്ട് അവിടെ പോയപ്പോ 2 നേരം കഷായം മറ്റു കാര്യങ്ങളൊക്കെ തന്നു. എല്ലാം അതും കറക്റ്റായിട്ട് 1 മാസത്തേക്ക് തന്നു. ഞാൻ 21 ദിവസം കറക്റ്റായിട്ട് ഞാൻ 2 നേരം കഷായവും മരുന്നും അവർ പറഞ്ഞ മാതിരി എല്ലാം ചെയ്തു, ഉഴിച്ചിലൊക്കെ ചെയ്തു. പക്ഷെ 22ാമത്തെ ദിവസം ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു എനിക്ക് വേദന കുറവില്ല, അതേമാതിരി തന്നെ ഉണ്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഒരു MRI എടുക്കൂ, നിങ്ങൾ എന്താ പ്രശ്നം എന്നുള്ള അറിയണം എന്ന് പറഞ്ഞു. ശരി, എന്തായാലും 7 ദിവസം കൂടി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ആ മരുന്നും കഴിക്കും, അതേമാതിരി MRI എടുക്കൂ എന്ന് പറഞ്ഞു. MRI ഞാൻ എടുത്തു. 2 ദിവസം മുമ്പ് MRI എടുത്തു. MRI എടുത്തിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷെ അവർ ഇതുവരെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. അയച്ചു കൊടുത്തിട്ട് ഞാൻ തിരുപ്പൂരായ കാരണം എനിക്ക് നാട്ടിൽ വരുമ്പോഴേ പോകാൻ പറ്റും. അപ്പൊ ഞാൻ തിരുപ്പൂരിലൊരു ഓർത്തോ കെയറിൽ പോയി. ഓർത്തോ പോയപ്പോ അവര് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, വലിയതൊന്നുമില്ല, ചെറിയൊരു മസിൽ ക്രാക്ക് ഉണ്ട്, അത് കുഴപ്പമുള്ളതല്ല. അതേമാതിരി തന്നെ നിങ്ങൾക്ക് കൈ പൊക്കാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ഒന്ന് കയ്യും തിരിച്ചു വിട്ടാൽ ശരിയാവുന്ന പറഞ്ഞത്. പക്ഷെ ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അനസ്തേഷ്യാണോ എന്ന് എനിക്ക് ഡൗട്ട്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് നീർക്കെട്ടാണോ അല്ലെങ്കിൽ മസിൽ വന്നിട്ട് ടൈറ്റ് ആണോ. വേറെ ഡോക്ടറോട് ചോദിച്ചാൽ മസിൽ ടൈറ്റ് ആണോ പറഞ്ഞു, ഒരാൾ പറഞ്ഞു നീർക്കെട്ടാണ് പറഞ്ഞു. കാരണം അതെന്താണെന്നുള്ള എന്തിന്റെ ആയിരിക്കാം എന്നുള്ളത് ട്രീറ്റ്മെന്റ് വേണം. ഷോൾഡറിനുള്ള പിന്നെ ഞാൻ ആലത്തൂർ, ഞാൻ 2 ദിവസം മുമ്പ് ആലത്തൂർ പോയപ്പോൾ അവിടെ ഒരു ഓർത്തോ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്, ഫിസിയോട് ചെയ്യേണ്ടത്, ഫിസിക്കൽ ഫിസിയോട് ചെയ്യേണ്ടത്, കിടത്തിയിട്ടില്ല, കയ്യൊക്കെ വേദനയോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യൂ എന്നുകൊണ്ട് ഒരു 4-5 ഒരാഴ്ചക്ക് മരുന്ന് തന്നു. അതിലിപ്പോ 4 ദിവസം മരുന്ന് കഴിച്ചു. ഞാനിപ്പോ 4 ദിവസം മുമ്പ് പോയത് 4 ദിവസം കണ്ടിന്യൂസ് കഴിക്കുകയും ചെയ്യും. വേദന കുറവുണ്ട്, എക്സസൈസ് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആണോ ഞാൻ ഗുളികയുടെ പെയിൻ കില്ലറിന്റെ റിസൾട്ട് ആണോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാനിപ്പോ വീണ്ടും ഞാൻ വേറെ ആരെയും പോയി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതിയോ, ഈ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടാവുമോ എന്നൊക്കെയാണ് ഒരു ക്രിക്കറ്റ് അല്ലേ സ്പോർട്സ് ഇവന്റ് അല്ലേ? അതെ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ഫുട്ബോൾ ആണ്. അല്ലെങ്കിൽ ക്രിക്കറ്റും ബാഡ്മിന്റൺ ഞാൻ കണ്ടിന്യൂസ് കളിക്കുന്ന ആളാണ്. ഓക്കെ, ശരി. ഷുഗർ ഉള്ള ആളാണോ? ഇല്ല, ഷുഗർ ഇല്ല. ഓക്കെ, ശരി. അപ്പൊ ക്രിക്കറ്റേഴ്സിൽ നമ്മൾക്ക് എപ്പോഴും എത്ര വയസ്സിൽ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്? കളിയൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 35 വർഷമായി. 35 വർഷം, ശരി. അപ്പൊ ഏറ്റവും റൈറ്റ് സൈഡ് ഷോൾഡർ അല്ലേ, വലത് ഭാഗത്ത്? ബാറ്റിംഗും ബോളിംഗും റൈറ്റ് സൈഡിലല്ലേ ചെയ്യണത്? അതെ. അപ്പൊ ഇത് ഒരു കോമൺലി ക്രിക്കറ്റേഴ്സിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഷോൾഡറിൽ ഓവർ യൂസ് ഇഞ്ചുറി വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കാരണം ഷോൾഡറിലെ മസിൽസ് ഉണ്ട്, റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയും. അതിൽ വന്നിരിക്കുന്ന ചെറിയ ടെൻഡിനൈറ്റിസ് അല്ലെങ്കിൽ ചെറിയ നീർക്കെട്ടാവാനാണ് സാധ്യത. അപ്പോൾ ആ നീർക്കെട്ട് ഇപ്പോൾ അത് ട്രീറ്റ് ചെയ്യേണ്ടത് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ടെൻഡിനൈറ്റിസ് തന്നെ ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ MRIയുടെ റിപ്പോർട്ട് ടെൻഡിനൈറ്റിസ്. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞിരിക്കുന്ന അസുഖമാവാനാണ് സാധ്യത. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ള നീര് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. മെഡിസിൻസ് എടുക്കാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പിയിലെ പെയിൻ കുറയാനുള്ള മൊഡാലിറ്റീസ് ഉണ്ട്, IFT, അൾട്രാസൗണ്ട്, ടെൻസ്. അപ്പോൾ അത് ചെയ്തിട്ട് പെയിൻ ആദ്യം കുറയ്ക്കാം. പിന്നെ ഈ ഓവർ യൂസ് കാരണം ഇത് വരുന്നത് കൊണ്ട് അപ്പോൾ അതിനൊരു റെസ്റ്റ് കൊടുത്ത് അതിൻ്റെ ടെൻഡൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കുറഞ്ഞതിന് ശേഷം ആ മസിൽ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ മസിൽ വീക്കായി കാണും. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ 2 ദിവസം മുമ്പ് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച നീരിന്റെ ആണ്. അപ്പൊ നീരിന്ന് കുറച്ചിട്ട് ചെയ്യാറുണ്ട്. 4 ദിവസം നീരിന്റെ കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ ആ നീര് കുറയാനുള്ള മെഡിസിൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫേസ് ആയിട്ട് എക്സസൈസുകൾ തുടങ്ങും. അപ്പം നീര് കുറയാതെ എക്സസൈസുകൾ തുടങ്ങുമ്പോൾ അത് കൂടും. നമ്മൾ ആ നീരോട് കൂടി എക്സസൈസ് ചെയ്യുമ്പോൾ വേദന കൂടും. അപ്പം അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു നിർത്തിയത് പരുക്കുകൾ പറ്റാതെ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ്. ഇനി അഥവാ പരുക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എപ്പോഴും സ്പോർട്സിലല്ല എവിടെയായാലും എന്ത് പരിക്ക് വന്നാലും ആദ്യം അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ ചെയ്യേണ്ടത് റൈസ് എന്ന് പറയും. നമ്മൾ റൈസിൽ 6 എന്ന് വെച്ചാൽ റെസ്റ്റ്, ആ ഒരു ഭാഗത്തിന് റെസ്റ്റ് കൊടുക്കുക.
അതിനുശേഷം ഐസ് വയ്ക്കുക. ഇപ്പോൾ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഐസാണോ വയ്ക്കേണ്ടത്, അത് തണുപ്പാണോ വയ്ക്കേണ്ടത്, ചൂടാണോ വയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അക്യൂട്ട് പെട്ടെന്നുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഐസാണ് വെക്കേണ്ടത്. അപ്പോൾ ഐസ് ഡയറക്റ്റ്ലി സ്കിന്നിലോട്ട് വെക്കുന്നതിന് പകരം ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ചുറ്റിയിട്ട് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വയ്ക്കുക. അത് ഒരു പ്രാവശ്യം വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വയ്ക്കുക. അങ്ങനെ ഇടവിട്ട് ഐസ് വയ്ക്കുന്നത് വഴി നമുക്ക് വേദനയും അവിടെ ഉണ്ടാകുന്ന നീരും കുറയും. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് കംപ്രഷൻ. എവിടെയാണോ ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്, ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ആ ഒരു ആങ്കിൾ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുക, ആ കാല് വെച്ച് നടക്കരുത്, പിന്നെ അതിന് ഐസ് വയ്ക്കുക, പിന്നെ ബാൻഡേജ് ചുറ്റാം, നമ്മൾ ചുറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ആങ്കിൾ ബൈൻഡർ ഉപയോഗിക്കുക. പിന്നെ എലിവേഷൻ, ഇപ്പം കാല് പൊക്കി വയ്ക്കുക, കാല് ഒരു പില്ലോ വെച്ച് പൊക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കട്ടിലാണെങ്കിൽ കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലാത്തത് ആ ഒരു ഇഞ്ചുറീനെ നമ്മൾ മൊബിലൈസ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. വ്യക്തമാണ് ഡോക്ടർ. തുടർച്ചയായി ഒരു ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ സാധാരണ പരിക്കുകൾ ഉണ്ടാവാറുണ്ട്. ഈ പരിക്കുകളെ പറ്റി എന്തെല്ലാമാണ് അറിയേണ്ടത്? കൂടാതെ ആരെയാണ് ഈ പരിക്കുകൾ കൂടുതലായി ബാധിക്കുക? ഏത് തരം പ്രായക്കാരെയാണ് ഇത് കൂടുതലായി ബാധിക്കുക? ഇപ്പോൾ നേരത്തെ വിളിച്ച ആൾ പറഞ്ഞതുപോലെ അതിന് ഓവർ യൂസ് ഇഞ്ചുറീസ് എന്ന് പറയും. അതായത് ഒരു ശരീരഭാഗത്തിന് റിപ്പീറ്റഡ് ആയിട്ട് അമിതമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം ആ ഭാഗത്ത് ചെറിയ പരിക്കുകൾ പതിയെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്ന പരിക്കല്ല, പതിയെ കുറച്ച് നാളുകൾ കൊണ്ട് ആ ഭാഗത്തുണ്ടാവുന്ന പരിക്കുകളെയാണ് ഓവർ യൂസ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും ഇപ്പോൾ നമുക്ക് അറിയാം, ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്നവർക്ക് കൈമുട്ടിൽ വേദന വരും, ടെന്നീസ് എൽബോ എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ വരും. അതുപോലെ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇപ്പോൾ ഒരു ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇപ്പോൾ ഇൻറ്റൻസീവ് അമിതമായിട്ടുള്ള ട്രെയിനിങ്, കണ്ടിന്യൂസ് ട്രെയിനിങ് ആണെങ്കിൽ ആൾക്ക് കാലിലെ ഷിൻ പെയിൻ, അതായത് കാൽമുട്ടിന് താഴെ വേദന വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ഓവർ ഹെഡ് അത്ലറ്റ്സ്, എന്താ പറയുക, വോളിബോള്, ബാസ്കറ്റ് ബോള്, ഇതൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് ഷോൾഡർ ഇഞ്ചുറീസ് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ഇപ്പോൾ വിളിച്ച ആളുടെ പോലെ റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയും. ഈ പേശികൾക്ക് ടെൻഡിനൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഇതൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. ഇതൊക്കെയാണ് ക്രോണിക് ഓവർ യൂസ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ വരുന്ന ഇഞ്ചുറീസ്, നമ്മളിപ്പോൾ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി വരാം. ഏറ്റവും കോമൺ ആയിട്ട് ആങ്കിൾ കളിക്കുമ്പോൾ ആങ്കിൾ ട്വിസ്റ്റായി വരും, അതിനാണ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് എന്ന് പറയുക. അതിന് വേദന കാണും, നീര് വരും, കാല് കുത്താൻ പറ്റാതെ വരും. അതുപോലെ മസിൽസ്, പേശികളിൽ ഇഞ്ചുറീസ് വരാം, മസിൽ സ്ട്രെയിൻ വരും. ഇപ്പോൾ കഴുത്തിലെ ഉളുക്ക് വരിക എന്ന് പറയില്ല, കഴുത്തിലെ മസിൽ സ്ട്രെയിൻ, ബാക്കിലെ മസിൽ സ്ട്രെയിൻ, ഹാംസ്ട്രിങ് മസിൽ, കാഫ് മസിൽ, അങ്ങനെ മസിൽസിൽ പേശികളിൽ അല്ലെങ്കിൽ ടെൻഡനിൽ വരുന്ന സ്ട്രെയിൻ ഉണ്ടാകാം. പിന്നെ എല്ലുകൾ പൊട്ടാം. ഇപ്പോൾ ഒരു ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ആണ്, ഒരു അങ്ങനെയുള്ള ഫാൾസ് വരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലുകളിൽ ഫ്രാക്ചർ വരാം, അതിലും നീരുണ്ടാകും, സിവിയർ ആയിട്ട് വേദന കാണും. അതുപോലെ ചിലപ്പം ഫ്രാക്ചർ എല്ലുകൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിൽ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫോമിറ്റീസ് കാണാം. അതുപോലെ ഷോൾഡേഴ്സ്, ഇപ്പോൾ ഡിസ്ലൊക്കേഷൻസ്, കുഴ തെറ്റിപ്പോവുക, ഷോൾഡറിൽ കുഴ തെറ്റാം. അതുപോലെ മുട്ടിലെ ചിരട്ട തെറ്റാം, കയ്യിലെ എൽബോയിൽ ഡിസ്ലൊക്കേഷൻ വരാം. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു കൂട്ടിയിടിക്കണം, ഇപ്പോൾ കൊളീഷൻസ് വരികയാണ്, ഹെഡ് കൊളൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഫാള് വരുമ്പോൾ തല ചെന്ന് ഇടിക്കുകയാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബ്രെയിനിൽ ചിലപ്പം ചെറിയ ഒരു ഇഞ്ചുറി വരാൻ കൺകഷൻ എന്ന് പറയും. അപ്പോൾ ഈ കൺകഷൻ നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു ഹൈ ഫാള് വരികയാണ്, തല ഇടിക്കുകയാണ്, അതിനുശേഷം ആൾ ഛർദ്ദിക്കുന്നു, അതുപോലെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു, തലവേദന, തലകറക്കം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ബ്രെയിനിലൊരു ഇഞ്ചുറി സസ്പെക്റ്റ് ചെയ്യണം. അതേപോലെ ഈ ഓവർ യൂസ് ഇഞ്ചുറിയിൽ കുട്ടികളിൽ, അതായത് വളരുന്ന പ്രായത്തിൽ 9 തൊട്ട് ഒരു 15 ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് ചില സമയത്ത് ഒരു പ്രശ്നം, ഇപ്പോൾ കോമൺ ആയിട്ട് മുട്ടിന് താഴെയുള്ള എല്ലിൽ സ്വെല്ലിങ്, അവിടെ എല്ല് പൊങ്ങി നിൽക്കുക, അവിടെ നീര് വരിക, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അത് വളരുന്ന പ്രായമായതുകൊണ്ട് തന്നെ എല്ലിൽ വരുന്ന സ്ട്രെയിൻ കാരണം വരുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ഐസ് വയ്ക്കുക, അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അത് അവരുടെ ഒരു മെച്യൂരിറ്റി, സ്കെൽറ്റൽ മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ വേദനകൾ മാറും. അപ്പം ഓവർ യൂസ് ഇഞ്ചുറീസ് ഏറ്റവും കോമൺ ആയിട്ട് ഒരേ പേശികളെ അല്ലെങ്കിൽ ഒരേ ശരീരഭാഗത്തിനെ റിപ്പീറ്റഡ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നത് വഴി വരുന്ന ഇഞ്ചുറീസാണ്. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണുവാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ.
ആഫ്റ്റർനൂൺ ഡോക്ടർ. ഹലോ. ഞാനൊരു കുറച്ച് വർഷത്തോളം ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇപ്പം 1 വർഷത്തോളം ആയി ഞാൻ കളിക്കുന്നില്ല, കുറച്ച് മാത്രമേ കളിക്കുന്നുള്ളൂ. അപ്പം 1 വർഷത്തിന് മുമ്പായിട്ട് എന്റെ ആങ്കിളിന് ഒരു ചെറിയൊരു വീക്കം പോലെ വന്നിരുന്നു, കളിക്കിടയിലുണ്ടായ ഒരു ഇത് കാരണം. അതിനുശേഷം ഇപ്പം 1 വർഷം ബ്രേക്ക് ആയിരുന്നു. അതിനുശേഷം ഇപ്പം സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു ചെറിയ വേദനയുണ്ട് മുട്ടിന്റെ അവിടെ. ആങ്കിളിന്റെ അവിടെയാണോ വേദന? ആങ്കിളിന്റെ അവിടെ, മുട്ടിന്റെ കറക്റ്റ് മുട്ടിന്റെ അവിടെ. മുട്ടിന്റെ അവിടെ. ആങ്കിളിൽ ഇപ്പം വേദനയുണ്ടോ? ആങ്കിളിൽ ഇപ്പൊ വേദനയില്ല. ഇല്ല. ഓക്കെ, ശരി. അപ്പൊ ആങ്കിൾ ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും വീണുണ്ടാവുക അല്ലെ? ട്വിസ്റ്റ് ചെയ്തിട്ട് അതിന് ചികിത്സ എന്തായിരുന്നു? സർജറി എന്തെങ്കിലും ചെയ്തോ അതോ? ഇല്ല, ജസ്റ്റ് ചെറിയൊരു ഫ്രാക്ചർ ആയിരുന്നു. പക്ഷെ 2 ആഴ്ചത്തോളം നീര് അതിന് നിന്നിരുന്നു. ശരി ശരി. അതിന്റെ കൃത്യമായിട്ടുള്ള എക്സസൈസും ഇതൊക്കെ ചെയ്തിരുന്നോ? ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു ജോയിന്റിൽ ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആ ജോയിന്റിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും അതിൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ജോയിൻസിനും കൂടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ആങ്കിളിൽ ഇഞ്ചുറി വന്ന് ഇപ്പോൾ മുട്ടിലോട്ട് ഇഞ്ചുറി വരുന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും മുട്ടിലെ മസിൽസ് വീക്കായിരിക്കും. അപ്പോൾ നീ മസിൽസിലെ സ്ട്രെങ്തനിങ് ആണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് സ്ട്രെങ്തനിങ് ചെയ്ത് മസിൽസ് സ്ട്രോങ് ആയതിനു ശേഷം മാത്രം വീണ്ടും കളിക്കാൻ ഇറങ്ങാം. അതുപോലെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ഫേസിലോട്ട് പോകരുത്. ഷോർട്ടായിട്ടുള്ള സ്ലോലി വേണം ഒരു പ്രോഗ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ മസിൽസിനും ബോഡിക്കും അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം നൽകണം. മുട്ടിന്റെ ബാക്കിലായിട്ടാണ് ഒരു വേദന. മുട്ടിന്റെ ബാക്കിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നീയുടെ ഒരു മുട്ടിൻ്റെ ഒരു സ്ട്രെങ്തനിങ് പ്രോഗ്രാം കൃത്യമായിട്ടൊന്ന് ചെയ്യും, ഒരു 1-2 ആഴ്ച. അതിനുശേഷം ഒന്നും കൂടെ കളിക്കാൻ ഇറങ്ങി നോക്കണം. ഓക്കെ. ഡോക്ടർ, സ്പോർട്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരിക്കുകൾ എങ്ങനെയെല്ലാം സുഖപ്പെടുത്താൻ കഴിയും? കൂടാതെ ഈ സ്പോർട്സ് മെഡിസിൻ എങ്ങനെയാണ്? പ്രത്യേകിച്ചും സ്പോർട്സ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ മാർഗങ്ങൾ എന്തൊക്കെയാണ്? സ്പോർട്സ് ഇഞ്ചുറി വരുമ്പോൾ അതിൻ്റെ റീഹാബിലിറ്റേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇഞ്ചുറി ഏത് തരത്തിലുള്ളതാണെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു സിവിയർ ഇഞ്ചുറിയാണ് വരുന്നതെങ്കിൽ നമുക്കതിന് നേരെ തന്നെ ഒരു സർജിക്കൽ മാനേജ്മെൻറ്റിന് പോകേണ്ടി വരും. അതല്ല, ഒരു സർജറി ആവശ്യമില്ലാത്ത ഒരു ഇഞ്ചുറി ആണെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വേറൊരു തരത്തിലായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഒരു സർജറി അല്ലാത്തതാണെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു ഇഞ്ചുറീനെ ഹീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആങ്കിൾ ഇഞ്ചുറി വരികയാണ്, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ പലപ്പോഴും നമ്മൾ ഒരു സിവിയർ ഇഞ്ചുറി, ഒരു ആങ്കിൾ സ്ട്രെയിൻ നല്ല ഗ്രേഡിലാണെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് ആ ജോയിൻറ്റും ആ ലിഗമെൻറ്റിനും റെസ്റ്റ് കൊടുക്കുക. ഒരു 3 വീക്സ് വരെ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിഗമെൻറ്റ് ഹീൽ ചെയ്തിട്ട് അതിനെ പിന്നീട് നമുക്ക് നെക്സ്റ്റ് ഫേസ് ആയിട്ട് റീഹാബിലിറ്റേഷനിലോട്ട് പോകാൻ വേണ്ടി സാധിക്കും. റീഹാബിലിറ്റേഷനിൽ നമ്മൾ ആ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ജോയിൻസിൻ്റെ എക്സസൈസ്, മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാം. അതുപോലെ തന്നെ വെയിറ്റ് ലോഡ് ചെയ്യുമ്പോൾ അത് താങ്ങാനുള്ള ശക്തിയിലോട്ട് മസിൽസിനെ എത്തിക്കുക. അതിൻ്റെ പേശികളുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, സ്ട്രെങ്ത്ത് കൂട്ടുക, എൻഡ്യൂറൻസ് ട്രെയിൻ ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മളിപ്പോൾ ഒരു പലപ്പോഴും സ്പോർട്സിൽ നമുക്ക് ആവശ്യം ക്വിക്കായിട്ട് സഡൻ ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള അതൊരു എജിലിറ്റി ട്രെയിനിങ്ങിലോട്ട് വരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു റീഹാബിലിറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഇപ്പോൾ വേദന ഉണ്ടാകും, തീർച്ചയായും നല്ല വേദന ഉണ്ടാകും, അതുപോലെ നീര് വയ്ക്കും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മെഡിസിൻസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കാവുന്നതാണ്. അതുപോലെ പെയിൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ മൊഡാലിറ്റീസ്, അതായത് അൾട്രാസൗണ്ട്, IFT, ടെൻസ് ഇതൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഒരു ഭാഗത്തൂടെ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റീഹാബിലിറ്റേഷനാണ്. അപ്പോൾ സർജറിയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ളൊരു റീഹാബിലിറ്റേഷൻ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സർജറിയുടെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ACL, ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മുട്ടിൽ ACL ഇഞ്ചുറിയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഓരോ ഫേസ് ബൈ ഫേസ് റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് റിട്ടേൺ ടു സ്പോർട്ട് ഫേസ് വരെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു റീഹാബിലിറ്റേഷൻ ടീമിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. പിന്നെ എപ്പോഴാണ് ഇനി തിരിച്ച് റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേദന പൂർണ്ണമായിട്ടും മാറുക, ഒരു ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക, മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് ഒരു 80% വരെ എങ്കിലും സ്ട്രെങ്ത്ത് തിരിച്ചു പിടിക്കുക, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് എല്ലാ മൂവ്മെൻറ്റ്സും ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസിൽ എത്തിക്കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആൾക്ക് തിരിച്ച് റിട്ടേൺ ടു സ്പോർട്സ് സാധ്യമാകും. വ്യക്തമാണ് ഡോക്ടർ.
ഡോക്ടർ, പരിക്കുകൾ പ്രതിരോധിക്കേണ്ട സന്ദർഭത്തിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ പറയുകയുണ്ടായി. മറ്റ് സന്ദർഭങ്ങളിൽ വെള്ളം കൂടുതലായിട്ട് കുടിക്കേണ്ടതിന്റെ ആവശ്യകത എങ്ങനെയാണ്? പോഷകാഹാരത്തിന്റെ പങ്ക് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഹൈഡ്രേഷൻ, നമ്മുടെ ശരീരത്തിൽ ഒരു 60% വെള്ളമാണ്, വാട്ടർ കണ്ടൻ്റാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പോർട്സ് രംഗത്ത് ആക്റ്റീവായിട്ടുള്ളവർ, അവർ നല്ല ട്രെയിനിങ് എടുക്കുന്നവർക്ക് ഒരുപാട് വെള്ളം ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെടും വേർപ്പിലൂടെയൊക്കെ ആയിട്ട്. അപ്പം അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ എടുത്തില്ലെങ്കിൽ ഇവർക്ക് ഡീഹൈഡ്രേഷൻ വരും. ശരീരത്തിൽ ജലാംശയം കുറഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. അത് പ്രധാനമായിട്ടും അവർക്ക് ക്ഷീണം, തളർച്ച, തലകറക്കം, അതുപോലെ ഇഞ്ചുറീസ് കൂടുതലായിട്ട് വരിക, അതുപോലെ മൂത്രത്തിൻ്റെ കളറിൽ വ്യത്യാസം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും സ്പോർട്സിൽ ആക്റ്റീവായിട്ടുള്ളവർ വെള്ളം ധാരാളം കുടിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് ഡ്രിങ്ക് ടു തേഴ്സ്റ്റ്, അതായത് ദാഹം വരുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പം അമിതമായിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അമിതമായി വെള്ളം കുടിച്ചാലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം വെള്ളം കുടിക്കുക, യൂറിൻ്റെ ഔട്ട്പുട്ട് നോക്കുക, നമ്മളുടെ ക്ഷീണം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജനറൽ വെൽബീയിങ് എങ്ങനെയാണെന്നുള്ളത് അസസ് ചെയ്യുക. അതുപോലെ വെള്ളം എപ്പോൾ കുടിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗെയിമിന് മുന്നേ, ഒരു ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ കുടിക്കണം. ഇൻ ബിറ്റ്വീൻ കളി നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ സിപ്സ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കുടിക്കാം, അതിന് ശേഷം കുടിക്കണം. ഇതൊക്കെയാണ് ഒരു ഹൈഡ്രേഷൻ എന്ന ഒരു വാട്ടർ ഇൻടേക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പോഷകാഹാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരു സ്പോർട്സ് പേഴ്സൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഭക്ഷണത്തെ നമുക്ക് പ്രധാനമായിട്ടും മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും തരംതിരിക്കാൻ പറ്റും. ഇതിൽ മാക്രോ ന്യൂട്രിയൻസിൽ വരിക കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള എനർജിക്ക് എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്, ഒരു കാർബോഹൈഡ്രേറ്റ് ലോഡ് എപ്പോഴും നല്ലതായിരിക്കും അതിൻ്റെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പഴം കഴിച്ചാൽ, ട്രെയിനിങ്ങിന് ഒരു അരമണിക്കൂർ മുന്നേ ഒരു പഴം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളത് അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, ഇതിലൊക്കെ റിച്ച് കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ആണ്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ ആവശ്യത്തിൽ പ്രോട്ടീൻസ് ഇല്ലെങ്കിൽ മസിൽസിന് അതിന് സ്ട്രെങ്ത്ത് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്കും വളരെ ശ്രദ്ധിക്കണം. ഇത് ചിക്കൻ, ബീഫ്, മട്ടൺ, ധാന്യങ്ങൾ, അതുപോലെ മിൽക്കിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രോഡക്ട്സും, ഇതൊക്കെ പ്രോട്ടീൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫാറ്റ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ഒരു ലോങ് റണ്ണിലോട്ട്, ഒരു കുറച്ച് ദൂരത്തേക്ക്, ഒരുപാട് നേരത്തേക്ക് നമുക്ക് എനർജി വേണ്ടുന്ന സ്പോർട്സ് ഇവൻറ്റ്സ് ലൈക്ക് മാരത്തോൺ, ലോങ് റണ്ണിങ് റേസ്, ഇതിലൊക്കെ ആണെങ്കിൽ ഫാറ്റ് ഇൻടേക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അതായത് നട്ട്സ്, അവക്കാഡോ, ഓയിൽസ്, ചെറിയ മീനുകൾ, ഇതൊക്കെയാണ് ഒരു ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. അതുപോലെ മാക്രോ ന്യൂട്രിയൻസ് കഴിഞ്ഞാൽ പിന്നെ മൈക്രോ ന്യൂട്രിയൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ കൂടുതലും അയൺ, കാൽസ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, ഇങ്ങനെയുള്ള ചെറിയ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. അപ്പോൾ ഇത് ജനറലായിട്ട് നമ്മൾ ഒരാൾക്ക് വെറുതെ സപ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പോർട്സ് പേഴ്സൺ അതിൻ്റെ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഇവാലുവേഷനിൽ അങ്ങനെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു പെർഫോമൻസിന് വേണമെങ്കിൽ നല്ല പോഷകാഹാരം, അവരുടെ പെർഫോമൻസിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പോഷകാഹാരം ആ പർട്ടിക്കുലർ സ്പോർട്സ് പേഴ്സണിന് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ അത് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറീസ് ഉണ്ടാക്കാം, അവരുടെ പെർഫോമൻസ് ലെവൽ കുറയാം, പെട്ടെന്ന് ടയേർഡ് ആവാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വ്യക്തമാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം ചേർന്നതിൽ വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നത് ഡോക്ടർ TV നീനയാണ്. കേരള ഡയറക്ടറേറ്റ്സ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന് കീഴിലുള്ള തിരുവനന്തപുരം രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറായിരുന്നു ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.